ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു ഇവിഎമ്മിന്റെ സുതാര്യത. വളരെ വലിയ രീതിയിൽ തന്നെ ഇവിഎമ്മിനെതിരെ രാജ്യത്തെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ, അതായത് എല്ലാവർക്കും തൃപ്തികരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതോടെ ഇവിഎമ്മിനെതിരെയുള്ള വിമർശനത്തിനും അറുതി വന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് എന്ത് വിമർശനങ്ങളാണോ ഉയർന്നത് അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ 3 മണ്ഡലങ്ങളിലൊഴികെ വോട്ട് യന്ത്രങ്ങളിൽ, അതായത് ഇവിഎം രേഖപ്പെടുത്തിയ വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിൽ അന്തരമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ. ദാമൻ ദിയു, ലക്ഷദ്വീപ്, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈരുദ്ധ്യമില്ലാത്തത്. 140 മണ്ഡലങ്ങളിൽ ഇവിഎമ്മിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ അധികമാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത്. അസമിലെ കരീംഗഞ്ചിൽ 3811 വോട്ടുകളാണ് പോളിംഗ് സമയത്ത് രേഖപ്പെടുത്തിയതിൽ നിന്ന് ഇവിഎമ്മിൽ അധികം കാണിച്ചത്. ഇവിടെ ആകെ പോൾ ചെയ്തത് 11,36,538 വോട്ടുകളാണ്. എന്നാൽ എണ്ണിയപ്പോഴാകട്ടെ 11,40,349 വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ആന്ധ്രാപ്രദേശിലെ ഓങ്കോളിൽ 13,99,707 വോട്ടുകൾ പോൾ ചെയ്തതായാണ് കണക്കുകൾ. എന്നാൽ എണ്ണിയപ്പോഴാകട്ടെ 14,01,467 വോട്ടിന്റെ വ്യത്യാസം. മധ്യപ്രദേശിലെ മണ്ഡലയിൽ 15,30,861 വോട്ടുകൾ പോൾ ചെയ്തെടുത്ത് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത് 15,31,950 വോട്ടുകൾ. 1,089 വോട്ടിന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തിരുവല്ലൂരിൽ രേഖപ്പെടുത്തിയ വോട്ടുകളേക്കാൾ 16,791 വോട്ടിന്റെ കുറവാണ് എണ്ണിയപ്പോൾ ഉണ്ടായിരുന്നത്. മണ്ഡലത്തിൽ ആകെ 14,30,738 വോട്ടുകൾ രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. എന്നാൽ എണ്ണിയപ്പോൾ 14,13,947 വോട്ടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അസമിലെ കോക്രധാർ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്തത് 12,40,306 വോട്ടുകളാണ്. ഇവിടെ എണ്ണിയപ്പോൾ രേഖപ്പെടുത്തിയതാവട്ടെ 12,29,546 വോട്ടുകളും 10,760 വോട്ടിന്റെ കുറവ്. ഒഡീഷയിലെ ദംഗൽ മണ്ഡലത്തിൽ പോൾ ചെയ്തത് 11,93,460 വോട്ടുകളാണ്. എണ്ണിയപ്പോൾ 11,84,033 വോട്ടുകളും 9,427 വോട്ടിന്റെ കുറവ്. ഇവിഎം വോട്ടുകളും പോസ്റ്റൽ വോട്ടുകളും പ്രത്യേകമായാണ് എണ്ണുന്നതെന്ന് നേരത്തെ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. മെയ് 25-നാണ് ആദ്യ 5 ഘട്ടങ്ങളിൽ നടന്ന പോളിംഗിന്റെ വോട്ട് കണക്കുകൾ കമ്മീഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ ഇവിഎമ്മിൽ പോൾ ചെയ്ത വോട്ടുകളിൽ മാറ്റം വരുത്താനാവില്ലെന്ന് കമ്മീഷൻ അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇത്രയധികം മണ്ഡലങ്ങളിൽ ഇവിഎമ്മിൽ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ സംബന്ധിച്ച് വാർത്തകളോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നാണ് ദ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ എക്സിൽ ഈ വാർത്തയടക്കം ആരോപണം പങ്കുവച്ചിരുന്നു. രാജ്യത്ത് വിവിധ മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം ഇത്തരത്തിലുള്ള വോട്ട് വ്യത്യാസമുണ്ടെന്ന ആരോപണം ഗൗരവമാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. ഛത്തീസ്ഗഡിലെ കാങ്കർ മണ്ഡലത്തിൽ ഇത്തരത്തിൽ എണ്ണാതെ ഒഴിവാക്കിയത് 950 വോട്ടുകളാണ്. അവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ബ്രേജ്രാജ് നാഗ് വിജയിച്ചതാകട്ടെ 1884 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനും. രാജസ്ഥാനിലെ ജയ്പൂർ റൂറലിൽ 852 വോട്ടുകൾ എണ്ണാതെ ഒഴിവാക്കിയപ്പോൾ ബിജെപിയുടെ റാവു രാജേന്ദ്രൻ സിംഗ് ജയിച്ചത് 1615 വോട്ടിനാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ പരാതികൾ ഉയർന്നിരുന്നു. തുടർന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജിയിൽ 2024-ലാണ് സുപ്രീം കോടതി വാദം കേട്ടത്. ആരോപണങ്ങൾ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിച്ചിരുന്നു.